ഞാനേ ഈ വാഴ ആകെ ഇതായിക്കും വൃത്തികേടായിക്കണം. അപ്പോൾ വാഴക്കേ ആകെ വൃത്തികേടായിക്കണം എന്നറിയാം. മൊത്തം ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതെന്താ ഫോണായിട്ട് ഞായറാഴ്ച നമുക്ക് തന്നെയല്ലേ പരിപാടി. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ മരം ഉണ്ടല്ല, ചെറിയ മരമാകുമ്പോൾ ഞാൻ കൊടുന്ന് കുഴിച്ചിട്ടാണ്. ഇതും അതും കൂടി രണ്ടെണ്ണത്തിന് വെറും 100 റുപ്യൊക്കെ ഞാൻ കൊടുന്ന് കുഴിച്ചിട്ടാണ്. ഇപ്പോൾ നല്ല നല്ല അടിപൊളിയായി സാധനം. കാണാൻ നല്ലൊരു മുറ്റത്തേക്ക് നല്ലൊരു ഷോ. ഇത് തെങ്ങുണ്ടായിട്ടാണ് തോന്നുന്നുണ്ട്. ഇത് വല്ലാതെ കാഴ്ചയില്ല. ഇത് വളർച്ച കുറഞ്ഞിരിക്കണം. ഈ തെങ്ങുണ്ടായിട്ട് തോന്നുന്നുണ്ട്. ഇതേതാ നല്ലത് പൊടിച്ച് വരുന്നുണ്ട്. നല്ല ഇത് ഈ മരത്തിൻ്റെ പേര് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോ. കാരണം ഇത്രയും കാലമായിട്ട് എനിക്കറിയില്ല. ഞാൻ കൊണ്ട് അന്ന് ചെറിയത് കഴിയുമ്പോൾ തൈ കുഴിച്ചിട്ടാണ്. ഇതെന്താണെന്നുണ്ട് അറിയുന്നവർ ഇന്ന് കമൻറ്റ് ചെയ്യും. വേറൊരു സാധനം കാണിച്ചു. ഇവിടെ അപ്പുറത്തെ പറമ്പിലുണ്ടായതാണ് ചെറിയ നാരങ്ങ. പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ വെള്ളം കലക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾ നേരെ പോവും, ഇതെടുക്കും, വെള്ളം കലക്കും. കണ്ടില്ലേ? കണ്ടാ നാരങ്ങ. ഇത് സംഭവം ഇത് ആർക്കും ആവശ്യമില്ലാത്ത സാധനവും. കണ്ടാ, ആർക്കും ആവശ്യമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരാളൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഒന്നും വെള്ളം കലക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മതി. ഞാൻ കാണിച്ചു തരാം. കണ്ടേ, ഇങ്ങനെ കട്ട് ചെയ്യാം. ശരിക്ക് വെള്ളം കലക്കിയാൽ നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലുമാണ്. അതിന് അടിപൊളി സ്മെല്ലാണ്. ഇത് പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ വെള്ളം കലക്കാൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു ഇതാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഇട്ടില്ലേ? ഇതിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കലില്ല, അതുകൊണ്ട് ആകെ ഇതായിക്കണം. ഇത് കറ്റാർവാഴ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നല്ല മുടിക്കൊക്കെ ഏറ്റവും നല്ല ബെറ്റർ സാധനമാണ്. കടയിൽ നിന്ന് മുളക് വാങ്ങിക്കലില്ല കുറേ ആയിട്ട്. കാരണം നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നല്ല ചാണകമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. നമ്മൾ കുറേ ഐറ്റംസ് ചെടികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ തിരൂർ ഫോറിൻ മാർക്കറ്റ് വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചെടി ഐറ്റംസുകളുണ്ട്. അത് ചെറിയ പൈസക്ക് കിട്ടും. 100 രൂപക്ക് 3 തൈ 4 തൈയൊക്കെ കിട്ടും. അങ്ങനെ കൊടുന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ നല്ല പുറത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇതിന്. ഇത് ഞങ്ങൾ എന്നിട്ട് കൊടുത്തിട്ട് കുറച്ച് വളർച്ച വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ വേറെ ഇതിലേക്ക് മാറ്റിയതാണ്. കണ്ടില്ലേ? ഇതൊക്കെ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരാനാണ്. അവിടെ നല്ല വില കുറവിലാണ് നമുക്ക് സാധനം കിട്ടല്. പിന്നെ റോസിൻ്റെ തൈകളുണ്ട്, പല തരത്തിലുള്ള റോസുകളുണ്ട്. അതൊക്കെ ആയി വരുന്നുള്ളൂ. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ്.